സ്റ്റേഷനിലാണ്. അപ്പോൾ ഞങ്ങളുടെ TYയുടെ ഇന്ന് IV ആണ്. ഞങ്ങൾ 8 ദിവസത്തേക്ക് അമൃത്സർ, കുളു, മണാലിയിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പാർട്ടായിട്ട് ഇടാൻ പറ്റില്ല, പല ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഓരോ വീഡിയോസ് ഷെയർ ചെയ്യാം ഓരോ ദിവസത്തെയായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഞങ്ങളെല്ലാവരും വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലും എൻ്റെ ക്ലാസ്സിലുള്ള കുറച്ച് കുട്ടികളും പാരൻസും ഇരിപ്പുണ്ട്. ഇപ്പുറത്തെ സൈഡിലും എൻ്റെ ജൂനിയേഴ്സും പിന്നെ എൻ്റെ ഫ്രണ്ട്സും എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ കൂടെ എൻ്റെ അനിയനും അമ്മയും ഷാരോൺ ചേട്ടനും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. ഞങ്ങൾ പശ്ചിം എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ആദ്യം അമൃത്സറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ട്രെയിനിലോട്ട് കയറാം. ഇതിൻ്റെ സീറ്റ് കാണിച്ചു തരാം. दो पे B1 कैसे जाएगा वो B1 में അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ്. അപ്പർ ബർത്താണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ ഇവിടെ എൻ്റെ അമ്മയും അനിയനും ഒക്കെ ഇരിപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. അമ്മ, ഇത് സുമിതയാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. എല്ലാവരും സീറ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുണ്യ, महक, हाय, तो व्लॉग बन रहा है. ओह हेलो गाइस, हम जा रहे हैं अमृतसर जा रहे हैं. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ 11:30 11:25 ഇവിടുന്ന് ഡിപ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ട്രെയിനകത്ത് കയറി ട്രെയിൻ മൂവ് ആയതിനു ശേഷം ബാക്കി വീഡിയോസ് എടുക്കാം. കാരണം ഇപ്പോൾ തന്നെ കുറേ വീഡിയോസ് എടുത്തു. അപ്പോൾ ട്രെയിനകത്ത് കയറിയിട്ട് ബാക്കിയുള്ള വീഡിയോസ് എടുക്കാം. നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഐ ഗെസ് നിങ്ങൾക്ക് കേൾക്കാം. എൻ്റെ അനിയനും അമ്മയും വെളിയിലിരിക്കുകയാണ്. വണ്ടി എടുക്കുന്നവരെ അവർ വെയിറ്റ് ചെയ്യും അവിടെ വെളിയിൽ തന്നെ. എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് സങ്കടം വരുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ അമ്മയായിട്ട് ഇത്രയും ദിവസം മാറി നിന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞു ഹിന്ദിയിൽ വ്ളോഗ് എടുക്കണമെന്ന്. അപ്പോൾ കുറച്ച് ഞാൻ ഹിന്ദിയിലും അവരോട് സംസാരിച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മലയാളം, രണ്ടും മിക്സ് ആയിട്ട് എടുക്കാമെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. ഇനി അറിയില്ല എങ്ങനെയാണ് മുമ്പോട്ട് വീഡിയോസ് എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ അവരുടെയൊക്കെ റിക്വസ്റ്റ് ഉണ്ട് ഹിന്ദിയിലും കൂടെ സംസാരിക്കണമെന്ന്. അപ്പോൾ അതും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും ഈ വ്ളോഗിൽ. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകാനായിട്ട്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് ഇവിടെ. सब्सक्राइब करो चैनल पे, ओए ब्लॉग करिए. हाँ पीछे देखना, उधर देख. हाँ स्नो वाइट. अरे एक और है ना स्मर्फ्स करके, क्या पता है? नहीं रे
അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നാക്സ് കിട്ടി. സമോസയാണ് തന്നത്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. റുബീന Guys, एक दूसरे के YouTube channel पर അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചപ്പാത്തിയും സോസേജുമാണ് കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് തന്നെയാണ് പരിപാടി എല്ലാവർക്കും. ഹായ്. അപ്പോൾ ഇപ്പോൾ സമയം 5:30 വൈകുന്നേരം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറക്കമില്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉറക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഊണോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. നാംദേവും സുബലക്ഷ്മിയും കനികയും വിശ്വജിത്തും ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഥമേഷൻ ഞാനും തോറ്റുപോയി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ 5:30 ഇവർ ഒരു ആപ്പി ഫിസും ചിപ്സും കൊണ്ട് തന്നിട്ടുണ്ട്. ഈ ഒരു ചിപ്സും പിന്നെ ഒരു ആപ്പി ഫിസും കൊണ്ട് തന്നിട്ട് പോയി. ഇപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു കോഫി കുടിക്കണം, പിന്നെ കുറച്ച് സ്നാക്സ് കഴിക്കണം. അപ്പോൾ ഇതാണ് ഇത്രയും സമയത്തുള്ള അപ്ഡേറ്റ്സ്. मैं जीत रही हूँ. जीत विश्वजीत दिख ही नहीं रहा है यार. क्या हुआ? विश्वजीत उधर से ले. ഹായ് എവ്രി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ രാവിലെ 7:30 സമയം. സാധാരണ ഞാൻ ട്രെയിനിൽ നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇങ്ങനെ ഓരോ സാധനങ്ങൾ ആൾക്കാർ വിൽക്കാൻ കൊണ്ടുപോവുകയാണ്. ഇപ്പൊ ഞങ്ങള് മഥുരയിലാണ്. ഇപ്പോൾ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. മഥുര ജംഗ്ഷൻ സ്റ്റേഷനിലാണ് ഇപ്പൊ ഞങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പൊ ഞാനിപ്പോ എണീറ്റു, ബ്രഷ് ഒക്കെ ചെയ്തു. പിന്നെ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഒന്ന് ഇട്ട് എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒന്ന് ജസ്റ്റ് ടച്ചപ്പ് ചെയ്യണം. കാരണം എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ മഥുരയിലാണ്. ഇനിയിപ്പം രാത്രി 8:30-8:15 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ അമൃത്സർ എത്തും. അപ്പോൾ ഇന്നിനി കൂടുതലും ഞാനിങ്ങനെ ട്രെയിനിൽ മാത്രം വീഡിയോസ് എടുക്കുന്നില്ല. കാരണം വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ വീഡിയോസ് എടുക്കാനുള്ളതുകൊണ്ട് കൂടുതൽ ട്രെയിനിൻ്റെ വീഡിയോസ് എടുക്കുന്നില്ല. വെറുതെ ബോറാവും നിങ്ങൾക്ക്. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുക്കുന്നുള്ളൂ. പിന്നെ ഒന്നുമില്ല. ഇനി എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ബ്രഷ് ചെയ്ത് വന്നതിന് ശേഷം അവരും കൂടെ കാണിക്കാൻ വീഡിയോയിൽ. नहीं भाई, वो मेरा फोन ले लेगा. हाँ, जैसे इतना फास्ट. എണീറ്റിട്ട് കുറച്ച് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടൈം ലാപ്സ് എടുത്തതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടു, മുഖം ഒന്ന് വൈപ്പ് ചെയ്തു, പിന്നെ ഇയറിങ്സ് ഇട്ടു, അത്രേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് എന്നെ കാണുമ്പോൾ ക്യാമറയിൽ കുറച്ച് നന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്നലെ മുതൽ ഇങ്ങനെ ഉറക്കമില്ലാതിരുന്നിരുന്ന ഒരുമാതിരി ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാവോ? കമൻറ്റ് ചെയ്യണം കൊള്ളാവോ. ഇന്നിനി രാത്രി വരെ ഇതുപോലെ തന്നെ ട്രെയിനിലിരിക്കണം. എല്ലാവർക്കും ഇപ്പം തന്നെ ബോറടിക്കാൻ തുടങ്ങി. എല്ലാവരും ഒന്നിച്ചുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ശരിക്കും ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ ഇന്നലെ തന്നെ ഉള്ള ഗെയിംസ് എല്ലാം കളിച്ച് കഴിഞ്ഞു. ഇനി ഒന്നും കാര്യമായിട്ട് ചെയ്യാനില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയത് കണ്ടുപിടിക്കണം. പ്രഥമേഷ് ഒന്ന് ഹായ് ബോളാ. ഹായ് പ്രഥമേഷ്.
ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഇപ്പം ഇവരൊക്കെ B2 കോച്ചിലാണ്. അപ്പോൾ അവർ ഞങ്ങളോട് ഇരിക്കാൻ വരും, എന്നിട്ട് രാത്രി അവരുടെ സീറ്റിലോട്ട് പോകും. അപ്പം അങ്ങനെയായിരുന്നു. ആ റീടേക്കൂ അതെ प्रथमेश ने रिक्वेस्ट किया है एक रीटेक के लिए. नामदेव हेलो हेलो पानी नहीं मिला. अरे क्यों? पानी नहीं मिला साला, बराबर ट्रेन नहीं है. तेरे को जल्दी उठ के करना चाहिए था ब्रश. 7:30 बजे. हाँ फिर वॉशरूम में ये जाके आए मेरे को लास्ट सुबह उठ के करना चाहिए था यार. ये जाके आया, बोलते हैं पानी अंदर गया. प्रेशर बताओ कैसा एक्सपीरियंस नामदेव तेरा? बहुत गंदा है, फालतू. हाँ देखा. लो 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 सुना क्या? ये भी मेरी गलती है. नहीं भाई मेरी गलती है. नहीं मेरी गलती है. नहीं बाबा नहीं मेरी गलती है यार. प्रथमेश तेरा क्या ओपिनियन है? नहीं आना चाहिए क्या ट्रेन में? कोई भी ट्रेन में मत जाओ बोलते हैं. हाँ सब लोग बोल रहे हैं फ्लाइट में जाना चाहिए, तो तुम लोग भी फ्लाइट से जाओ गाइस. ഹായ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ എൻ്റെ ടീച്ചേഴ്സിനെ പരിചയപ്പെടുത്താം. हेलो എൻ്റെ പേര് എഡിത്ത് ആദി. ഇതെൻ്റെ എഡിത്ത് മാഡമാണ്. ഇതെൻ്റെ സ്വന്തം പ്രിയങ്ക മാഡമാണ്. ഹായ്. ഇനി ഞാൻ ബാക്കി ടീച്ചേഴ്സിനെ കാണിക്കാം, അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ സ്വന്തം രസിക മാഡം. പിന്നെ ഇതാണ് വിനോദ് സർ. കിരൺ മാം. ഹലോ. കിരൺ മാം ആണിത്. മാമിന് ഇൻസ്റ്റാ പേജ് ഒക്കെ ഉണ്ട്, എല്ലാവരും ഫോളോ ചെയ്യണം. കോച്ച് കിരൺ പ്രജാപതി. പിന്നെ ഇത് രസിക മാം. പിന്നെ ഇത് മാവീർ സർ. താങ്ക് യു മാം. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ബ്രേക്ക്ഫാസ്റ്റിൽ ഞങ്ങൾക്ക് കിട്ടിയത് 2 ബ്രെഡ് സ്ലൈസും കെച്ചപ്പും പിന്നെ 2 വെജ് കട്ട്ലറ്റ്സുമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ലഞ്ച് ടൈമിന് ഞങ്ങൾക്ക് കിട്ടിയത് ചോറും ഒരു പൊട്ടറ്റോയുടെ ബാജി, ദാൽ കറി, കടലക്കറി, കേസരി, സലാഡ്, പിന്നെ ഇതിൻ്റെ കൂടെ പൂരിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ലഞ്ചിന് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫൈനലി അമൃത്സറിൽ എത്തിയിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു കയ്യിൽ നല്ല ഹെവി ആയിരുന്നു എൻ്റെ ലഗേജ്. അതല്ലാതെ ഒരു കയ്യിൽ എങ്ങനെയൊക്കെയോ ഷൂട്ട് ചെയ്ത കുറച്ച് ക്ലിപ്സാണിത് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട്. പിന്നെ ടീച്ചേഴ്സും എല്ലാം ഭയങ്കര ഹറിയിലായിരുന്നു. എല്ലാവരും പെട്ടെന്ന് ലഗേജൊക്കെ എടുത്തുകൊണ്ട് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ എനിക്ക് പറ്റും പോലെ എടുത്ത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ആഗ്രഹമായിരുന്നു നല്ല ക്ലിയർ ആയിട്ട് വീഡിയോസ് എടുക്കണമെന്ന്. പക്ഷേ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ലഗേജും ആയിരുന്നുകൊണ്ട് എൻ്റെ ബാഗിനും കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് അമൃത്സർ സ്റ്റേഷൻ കാണിക്കാൻ ശ്രമിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. तो क्या हुआ? अबे खुद का ले रही है वीडियो. खुद का वीडियो ले रही है. ए चुप. ഹായ്. അപ്പം ഞങ്ങൾ ഫൈനലി അമൃത്സർ എത്തിയിരിക്കുകയാണ്. കുറേ സമയം ട്രെയിനിലിരുന്ന് തളർന്ന് എല്ലാവരും ഒരു വഴിയായി. ഈ ഐവിക്കും എൻ്റെ കൂടെ ഇരിക്കുന്നത് സുബലക്ഷ്മി തന്നെയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞ ഐവിക്കും ഞാനും സുബലക്ഷ്മി ഒന്നിച്ചാണ് ബസ്സിലിരുന്നത്. ഇപ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ അറിയാം പിछले ഐവി में साथ में बैठे थे ना, हम अभी भी साथ में बैठ रहे. പിന്നെ സൈഡിൽ നാമദേവ് ഉണ്ട്, വിശ്വജിത്തും ഉണ്ട്, പിന്നെ ഫ്രണ്ടില് കനിക എല്ലാം ഇരിപ്പുണ്ട്. അതെ ശ്ലോക്ക് ഫുള്ള് വൈബിലാണ്. ഭാവാർത്ഥം സ്ലോയിലും പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേ പറഞ്ഞിരിക്കുന്ന ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ധാരാ റോയൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. ശരിക്കും അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ശരിക്കും അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും അമൃത്സർ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ധാരാ റോയലിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. നല്ല അടിപൊളി സ്ഥലമാണ്. അതുപോലെ തന്നെ നമ്മുടെ റൂംസ് ആണെങ്കിലും ശരി, ഫുഡാണെങ്കിലും ശരി, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ട്രെയിൻ ലേറ്റായിരുന്നു, അതുകൊണ്ട് എല്ലാവരും ഡയറക്റ്റ് ആഹാരം കഴിക്കാനാണ് വന്നത്.
അപ്പോൾ അത് എൻ്റെ സുബലക്ഷ്മി, കനിക, നാംദേവ്, പ്രഥമേഷ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചങ്ങ് ഇരിക്കുകയാണ് കഴിക്കാനായിട്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡുമാണ്. നമ്മൾ ഇത്രയും നേരം യാത്ര ചെയ്ത് വന്നുകൊണ്ട് നല്ല ടയേർഡാണ്. അപ്പോൾ ഡിന്നറിന് ഞങ്ങൾക്ക് കിട്ടിയത് ഒരു പനീർ കറി ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, പിന്നെ തന്തൂരി റോട്ടി ഉണ്ട്, പിന്നെ വേറെയും കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല ടയേർഡാണ്. അപ്പോൾ മുമ്പോട്ടുള്ള നമ്മുടെ വ്ളോഗ് അടുത്ത പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.